എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടില്ല കേട്ടോ. അപ്പോൾ രത്നരാജ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതിൽ ഇട്ട സംഭവങ്ങൾ പറയാം. 1.5 കപ്പ് തേങ്ങയുണ്ട്, ഒരു 5-6 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട്, ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട്. വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒരു 3 എണ്ണം നല്ല എരിവുള്ളതാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ. ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് ആവശ്യത്തിന് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇടാൻ പോവുകയാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാം. കുറച്ച് വാളൻ പുളിയും കൂടി ഇടാം. പുളി ഇടണം കേട്ടോ. പുളി ഞാൻ ഇട്ടിട്ടില്ല, ഇടാൻ പോവുകയാണ്. ഇതൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ചെമ്മീനാണ്. ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞിട്ട് ഒരു 1.5 കപ്പ് അതും ഉണ്ട്. ഇതാണ് ചെമ്മീൻ. പിന്നെ തലയും വാലുമൊക്കെ കളഞ്ഞതാണത്. അങ്ങനെ അത് ഇട്ടിട്ടുണ്ട്. നന്നായി വറുക്കുക. ഇനി ഇതിൽ ചേർക്കാനുള്ളത് വാളൻപുളി മാത്രമേ ഉള്ളൂ. ആ പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്. എല്ലാം നന്നായി അങ്ങ് വറുത്തങ്ങ് യോജിപ്പിക്കുക. നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചോ അരച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ചെമ്മീൻ ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കാതെയാണ്. കാരണം 2-3 ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുക നല്ലത്. പൊടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളി ആവശ്യത്തിന് ചേർക്കുക, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, പിന്നെ വറ്റൽമുളക് വറുക്കാനെടുത്തല്ലോ കാണിച്ചല്ലോ, എല്ലാം കാണിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Okay, thank you so much.